തിരികെ വാർത്തയിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു വിശദമായ പഠനം നടത്തിയാണ് ബിൽ തയ്യാറാക്കിയതെന്നും മുൻ സർക്കാരുകൾ പൂർത്തീകരിക്കാത്ത ജോലികൾ മോദി സർക്കാർ നിറവേറ്റുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചകൾക്കൊടുവിൽ രാജ്യസഭ പാസാക്കുന്നതോടെ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കും. ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ബില്ല് തയ്യാറാക്കുന്നതിനായി വിശദമായ പഠനം നടന്നു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എല്ലാവരിൽ നിന്നും വിവരശേഖരണം നടത്തിയെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു പറഞ്ഞു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും ബോർഡിൽ വനിതകളെ ഉൾപ്പെടുത്താനും UPA ഭരണകാലത്ത് സച്ചാർ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. മുൻ സർക്കാരുകൾ പൂർത്തീകരിക്കാത്ത ജോലികൾ മോദി സർക്കാർ നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. सदन में चर्चा करने से पहले 1 करोड़ से ज्यादा सुझाव मिलना ये भी अपने आप में ऐतिहासिक है. विचार विमर्श राज्य सरकारों से भी हुए और साथ साथ में कल लोकसभा में बहुत लंबी चर्चा हुई और देर रात यानी कि आज सुबह बिल पास करके രാജ്യസഭ രാജ്യസഭയിലും മുനമ്പൻ ജനതയുടെ വിഷയം കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാനും നീതി ഉറപ്പാക്കാനും സാധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. इन्होंने इस पर अपील का प्रोविजन 2013 के कानून में रखा ही नहीं है, तो रीट के कार्य क्षेत्र में हाईकोर्ट के सामने जाता है. रीट का कार्य क्षेत्र बहुत संकरा होता है, तो जो ट्रिब्यूनल का फैसला होता है वो फाइनल होने के चांसेस 99% हो जाते हैं. जिनकी भूमि है इसका अधिकार जाता रहता है. मान्यवर एक गलतफहमी फैला रहे. 8 മണിക്കൂറാണ് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ 125 അംഗങ്ങളുടെ പിന്തുണ NDAക്കുള്ളതിനാൽ ബില്ല് രാജ്യസഭയിലും പാസ്സാകും. പാർലമെന്റ് പാസാക്കിയ ബില്ല് പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. ജനം, ഡൽഹി.